എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജ്യോതിസ് തളിയർ. ഞാൻ ടെക്നോളജി സംബന്ധമായ വിഷയങ്ങളിലാണ് കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത്. ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സ് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം ചെറിയ ചെറിയ ഇൻഫോർമേഷൻ ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാം. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ചില ട്രാവൽ വീഡിയോസും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും പുതിയതായി അവൈലബിൾ ആയിട്ടുള്ള റെഡ്മിയുടെ ഇയർബഡ്സ് എസ് എന്ന് പറയുന്ന ഇയർഫോൺസ് ആണ്. ഇതൊരു TWS വയർലെസ് ഇയർഫോൺസ് ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ ബ്ലൂടൂത്ത് ഇയർഫോൺസ് എല്ലാം വളരെ കോമൺ ആണ്. എന്നിരുന്നാലും റെഡ്മി പോലെയുള്ള ഒരു പോപ്പുലർ ബ്രാൻഡിൽ നിന്നും നല്ല ഗുണമേന്മയുള്ളതും അതുപോലെ നല്ല വാല്യൂ ഫോർ മണിയോ ആയിട്ടുള്ള പ്രോഡക്ട്സ് കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ ഐ എം റിയലി എക്സൈറ്റഡ് ടു ടെസ്റ്റ് ദിസ് ഔട്ട്. എനിക്ക് തോന്നുന്നത് ഇത് റെഡ്മിയുടെ പുതിയൊരു പ്രോഡക്റ്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നെങ്കിലും അത് അലി എക്സ്പ്രസിൽ എയർഡോട്ട്സ് എന്ന പേരിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ പലരും അത് വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാകും. എന്തായാലും ഇത് ആദ്യമായിട്ടാണ് റെഡ്മി ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ ഈ പ്രോഡക്റ്റ് ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ബഡ്ജറ്റ് കോൺഷ്യസ് ആയ യൂസേഴ്സിന് ഒരു വളരെ നല്ല വാർത്തയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ പറ്റി വിശദമായിട്ടൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉടനീളം കാണാം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രോഡക്റ്റിന്റെ അൺബോക്സിങ്ങും ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂമാണ്. അത് കൂടാതെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന QCYയുടെ QS2 മോഡൽ ഇയർഫോൺസുമായിട്ട് ഒരു ഡയറക്റ്റ് കമ്പാരിസണും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ പറയട്ടെ, ഈ ഇയർഫോൺസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 2 ദിവസമേ ആകുന്നുള്ളൂ. അപ്പോൾ 2 ദിവസം ഉപയോഗിച്ച ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനിതെല്ലാം പറയുന്നത്. ഈ വീഡിയോ ഒരു തരത്തിലും റെഡ്മിയോ അതോ മറ്റൊരു കമ്പനിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളതല്ല. ഇതെന്റെ ഫ്രണ്ട് സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയ ഇയർഫോണാണ്. സോ നിങ്ങൾക്ക് ഒരു സത്യസന്ധമായ അൺബയസ്ഡ് ആയിട്ടുള്ള റിവ്യൂ തന്നെ പ്രതീക്ഷിക്കാം. ഇനിയും ഇതുപോലെയുള്ള ജെന്യൂൻ റിവ്യൂസുമായി നിങ്ങൾക്ക് മുന്നിൽ വരണമെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തേ മതിയാകൂ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. വളരെ സിമ്പിൾ ആൻഡ് സ്ട്രൈറ്റ് ഫോർവേഡ് പാക്കേജിംഗ് ആണ്. ഇതിൻ്റെ കൺട്രി ഓഫ് ഒറിജിൻ ചൈനയാണ്. നമ്മൾ ബോക്സിൽ ആദ്യം നോട്ടീസ് ചെയ്യുന്ന ഇതിൻ്റെ ജെന്യുവിൻ സ്റ്റിക്കറാണ്. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം കിട്ടുന്നത് ഇതിൻ്റെ കേസാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് ഡോക്കായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പല വലിപ്പത്തിലുള്ള കുറച്ച് സ്പെയർ ഇയർഫോൺ ടിപ്സും കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ളതൊരു യൂസർ മാനുവലാണ്. ഇതിൽ ഓരോ ബട്ടൺസും അതിൻ്റെ വേരിയസ് ഫങ്ഷൻസ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തോ കുറവുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. യൂഷ്വലി ഇത് ചാർജ് ചെയ്യാനായിട്ട് ചെറിയൊരു USB കേബിളെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഇവരേതായാലും അത് തന്നിട്ടില്ല കേട്ടോ. ഇത് ചാർജ് ചെയ്യുന്നത് 5 volts 500 milliamps-ലാണ്. അപ്പോൾ മിക്ക മൊബൈൽ ചാർജേഴ്സ് ഉപയോഗിച്ചും ഇത് ചാർജ് ചെയ്യാം. എന്നാൽ USB Type-C പോർട്ട് ഉപയോഗിക്കാത്തത് വളരെ കഷ്ടം തന്നെയാണ്. പഴയ മൊബൈൽ ചാർജേഴ്സൊക്കെ ഉള്ളവർക്ക് പ്രശ്നമില്ല. കേസ് നല്ലൊരു കോമ്പാക്ട് ഡിസൈൻ തന്നെയാണ്. അത് ബാറ്ററി ലൈഫിനെ ഒട്ടും അഫക്റ്റ് ചെയ്തിട്ടില്ലെന്ന് വേണം കരുതാൻ. കാരണം കമ്പനി പറയുന്നത് ഇതിൻ്റെ കേസ് ഉൾപ്പെടെ 12 hours യൂസേജ് എങ്കിലും കിട്ടുമെന്നാണ്. പക്ഷേ ഈ കേസിൻ്റെ മെറ്റീരിയലിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അത് വളരെ വീക്കായിട്ടാണ് തോന്നുന്നത്. പോരാത്തതിന് ഈ ഹിഞ്ചസ് എല്ലാം വളരെ ഡെലിക്കേറ്റാണ്. അത് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ ചാർജിങ് കേസിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ കണ്ടില്ല, പുറത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട്. എന്നിരുന്നാലും അത് ഗ്രിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നുമില്ലാത്തതുകൊണ്ട് അത് പുറത്തെടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ബലപ്രയോഗം വേണ്ടി വരും. അതാണ് എനിക്ക് ഇതിന്റെ ഡിസൈനിൽ ആകെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുള്ളത്. ഇതിന്റെ ബ്ലൂടൂത്ത് ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പെയർ ചെയ്യാനോ അതോ നമ്മളെ ഫോണുമായി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനോ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ആദ്യകാലത്ത് ഇയർഫോൺസിലെല്ലാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ 2 ഇയർഫോൺസ് തമ്മിലുള്ള ബന്ധം വേർപെട്ടു പോകുന്നു. അങ്ങനെയെല്ലാമുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഈ 2 ദിവസത്തെ യൂസേജിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഈ ഇയർഫോൺസിൽ ഞാൻ കണ്ടിട്ടില്ല.
സോ ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ഷൻ അത്യാവശ്യം നല്ല സ്റ്റേബിളാണ്. ഞാൻ പറയാൻ വന്നത് ഇത് ചാർജിങ് കേസിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ വിത്തിനൊരു 1 or 2 seconds നമ്മുടെ ഫോണുമായിട്ട് പെയർ ആവുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം ഈ ഇയർഫോൺസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൺട്രോൾ മെക്കാനിസം എന്ന് പറയുന്നത് ഈ ഇയർഫോൺസിൻ്റെ മുകളിലുള്ള ഈ ഒരു സിംഗിൾ പർപ്പസ് ബട്ടണാണ്. 2 ഇയർഫോൺസിനും നമുക്ക് ബട്ടൺ അവൈലബിൾ ആണ്, ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് കോൾ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ പോസ് ഒക്കെ ചെയ്യാം. ഇത് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഓണാവും. നമ്മൾ ഇയർഫോൺസ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് 2 റീസൺസിനാണ്. ഒന്ന് ഫോൺ കോൾസിന് വേണ്ടിയും 2 മ്യൂസിക് പ്ലേ ബാക്കിന് വേണ്ടിയും. അപ്പോൾ എൻ്റെ റിവ്യൂവിൽ ഞാൻ ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഉൾപ്പെടുത്തുന്നത്. മ്യൂസിക് വൈസ് ഇത് വളരെ നല്ലൊരു പെർഫോമർ തന്നെയാണെന്ന് പറയാം. ഞാൻ പൊതുവെ ബ്ലൂടൂത്ത് ഇയർഫോൺസിൽ കണ്ടുവരുന്ന ഒരു ന്യൂനതയാണ് വോളിയം കുറവായിട്ട് കിട്ടുന്നത്. പക്ഷേ ഈ റെഡ്മി ഇയർബഡ്സിൽ അത്യാവശ്യം ഒരു വയർഡ് ഇയർഫോൺസിന്റെ വോളിയം ലെവലിൽ തന്നെ നമുക്ക് മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിന്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള ഇയർഫോൺ ടിപ്പുകളിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ള സെലക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല ഫീലിങ്ങും ഐസൊലേഷനും അനുഭവപ്പെടും. ഒരു നോയ്സ് ക്യാൻസലേഷൻ ലെവലിലുള്ള ഒരു ഐസൊലേഷൻ കിട്ടും. സ്വസ്ഥമായിട്ടിരുന്ന് മ്യൂസിക് എൻജോയ് ചെയ്യാനെല്ലാം വളരെ നല്ലതാണ്. പിന്നെ വോളിയം കൂട്ടുമ്പോൾ എനിക്ക് ചെറിയ ഇഷ്യൂ ആയിട്ട് തോന്നിയത് ഏറ്റവും മാക്സിമം വോളിയം എത്തുമ്പോൾ ചെറിയൊരു ക്രാക്ലിംഗ് സൗണ്ട് പോലെ തോന്നുന്നുണ്ട്. സോ നിങ്ങൾ 100% വോളിയം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മ്യൂസിക് വൈസ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് റെഡ്മി ഇയർബഡ്സ് തരുന്നത്. റെഡ്മി അവകാശപ്പെടുന്നത് ഈ ഇയർഫോൺസ് ഇന്ത്യൻ മ്യൂസിക്കിന് വേണ്ടി സ്പെഷ്യലായി ട്യൂൺ ചെയ്ത് ഇറക്കിയിരിക്കുന്നതാണ്. മ്യൂസിക് എക്സ്പീരിയൻസ് ഒക്കെ വളരെ സബ്ജക്റ്റീവാണ്. ഓരോരുത്തർക്കും അവരുടെ പ്രിഫറൻസിനുള്ള പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ മ്യൂസിക് വൈസ് ഇത് നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ഇയർഫോൺസ് തന്നെയാണ്. ഫോൺ കോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഏതൊരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള TWS ഇയർഫോൺസിനെയും പോലെ ഇതിനും ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അങ്ങേ തലക്കൽ അത്ര വ്യക്തമായി കേൾക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. നമ്മളത് 1-2 ഫോൺ കോൾസ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങേ തലക്കിലുള്ള ആൾ പറയുന്നത് നമ്മൾ വളരെ ദൂരെ നിന്ന് സംസാരിക്കുന്ന പോലെ ഒരു പ്രതീതിയാണ്. അപ്പോൾ ഇത് വെച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉറക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതെനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. സോ ഫോൺ കോൾസ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഇയർഫോൺസ് ആരെങ്കിലും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓഫ് കോഴ്സ് നമുക്ക് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ എല്ലാം വന്നാൽ അത് ആൻസർ ചെയ്യാൻ സാധിക്കും. എന്നാലും അത് സ്ഥിരമായി ഒരു ഓഫീസ് യൂസിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ഇൻകൺവീനിയൻ്റ് ആയിരിക്കും. പിന്നെ ഈ ബ്ലൂടൂത്ത് ഇയർഫോൺസിൻ്റെ ഒരു യുണിക് സെല്ലിംഗ് പോയിന്റ് ആയിട്ട് റെഡ്മി അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഒരു ലോ ലാറ്റൻസി ഗെയിമിംഗ് മോഡാണ്. മൊബൈലിൽ കൂടുതലായി ഗെയിംസ് കളിക്കുന്നവർക്കൊക്കെ അറിയാം, ഇത്തരത്തിൽ ബ്ലൂടൂത്ത് ഇയർഫോൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഗെയിമിൻ്റെ വീഡിയോയും ഓഡിയോയും തമ്മിൽ ചെറിയൊരു ലാഗ് വരും. ഒരുപക്ഷെ മ്യൂസിക്കിനും കോൾസിനും ഇത് തീരെ ബാധിക്കില്ല. എന്നിരുന്നാലും ഗെയിം കളിക്കുന്നവർക്ക് ഇത് വളരെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിരിക്കും. അത് നമ്മുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ വല്ലാണ്ട് ബാധിക്കും. സോ ഇത്തരത്തിലൊരു ലോ ലാറ്റൻസി മോഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം ഡിലേസ് എല്ലാം ഒഴിവാക്കാം എന്നുള്ളതാണ്. നമ്മുടെ ഇയർഫോൺസിന്റെ ബട്ടൺ 3 തവണ അടുപ്പിച്ച് പ്രസ് ചെയ്യുമ്പോൾ ലോ ലാറ്റൻസി മോഡ് എൻട്രി ചെയ്യും. മൊബൈൽ ഗെയിമേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു മസ്റ്റ് ഹാവ് ഫീച്ചറാണ്. ഞാനൊരു ഗെയിം എന്തൂസിയാസ്റ്റ് ആണ്. ഈ അടുത്തായിട്ട് ഓൺലൈൻ ഗെയിം സ്ട്രീമിംഗ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലൈവ് സ്ട്രീമിംഗ് ആവശ്യങ്ങൾക്കും ഈ ഒരു ഇയർഫോൺസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. നമുക്കൊരു ബൾക്ക് ഇയർഫോൺസ് ഒക്കെ ആണെങ്കിൽ വളരെ നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഡിസ്കംഫർട്ടാണ്. അതുപോലെ വയർഡ് ഇയർഫോൺസ് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത് ഇയർഫോൺസ് ഉപയോഗിക്കുമ്പോൾ വളരെ ഒരു ഫ്രീ ഫീലിംഗ് ആണ് തോന്നുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1799 രൂപയാണ്. ആമസോണിലും mi.com സൈറ്റിലും അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഒരു ഫൈനൽ വെർഡിക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക്, അതായത് വാങ്ങണോ വേണ്ടയോ എന്ന ഡിസിഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പാട്ട് കേൾക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ 1800 റുപ്പീസിന് ഈ ഹെഡ്സെറ്റ് ഒരു ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് HD ഓഡിയോ സപ്പോർട്ട് ചെയ്യാത്തതും അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാക്സിമം വോളിയൂമിൽ ചെറിയ ക്രാക്ലിംഗ് സൗണ്ട് വരുന്നതും ഇതിനൊരു പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചുകൂടി ഒന്ന് ഉയർത്തുകയാണെങ്കിൽ വളരെ മികച്ച ഓഡിയോ ക്വാളിറ്റി നൽകുന്ന ഇയർഫോൺസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരത്തിൽ ചില മോഡലിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഫോൺ കോൾസിന് വേണ്ടി ഇത് യൂസ് ചെയ്യേണ്ടവർക്ക് ഞാൻ പറഞ്ഞു, കുറച്ചൊന്ന് ഉറക്കെ സംസാരിക്കുകയാണെങ്കിൽ വലിയ തെറ്റില്ലാത്ത രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് അങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അതിപ്പോൾ നമുക്ക് പ്രോഡക്റ്റിനെയും കുറ്റം പറയാൻ പറ്റില്ല. ഈ റേഞ്ചിൽ വരുന്ന TWS ഇയർഫോൺസിനെല്ലാം ഇത്തരത്തിലൊരു പ്രോബ്ലം ഉള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ആപ്പിളിന്റെ ഇയർപോഡ്സ് പോലെയുള്ള വളരെ ഹൈ ബഡ്ജറ്റിലേക്ക് പോകേണ്ടി വരും.
പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗെയിമേഴ്സിനോടാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഇയർഫോൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ എം ഷുവർ യു വിൽ ബി ഇംപ്രസ്ഡ്. അതുപോലെ ചീപ്പറായിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവ് അന്വേഷിക്കുന്നവർക്ക് ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന QCYയുടെ QS2 എന്ന മോഡൽ ഇയർഫോൺസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ കമൻസിൽ പിൻ ചെയ്യാം. നിങ്ങൾ എന്തായാലും അത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തൊന്ന് പ്രോത്സാഹിപ്പിക്കുക. ഞാൻ ഈ ഫീൽഡിൽ ഒരു തുടക്കക്കാരൻ മാത്രമാണ്. അപ്പോൾ എന്നെ പോലെയുള്ള ബഡ്ഡിംഗ് ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.